ഗൈസ് അങ്ങനെ നമ്മൾ അടുത്തായി ഫുഡ് ഹണ്ടിങ് ആണ്. വിശന്ന് തുടങ്ങി എല്ലാവർക്കും. ആ ആയിക്കോട്ടെ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അങ്ങനെ നമ്മൾ നുസാപ്പിനിടയിലെ മെയിൻ സിറ്റി ആയിട്ടുള്ള ഹാർബറിൻ്റെ അടുത്ത് കൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ സ്പൾബറുണ്ട്. അങ്ങനെ 6ാം ക്ലാസ് മുതൽ വണ്ടി ഓട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞത്. ഞാൻ എന്തോ എന്ന് പറഞ്ഞു. അതിപ്പോൾ കാത്താൻ്റെ തന്നെ ഫിറ്റിങ് കിട്ടിയിട്ടുള്ളൂ റോഡിൻ്റെ നടുവ് നിർത്തിയതിന്. അല്ല അതിൻ്റെ ഒരു ഇതുമില്ല കേട്ടോ, ഫുൾ തപ്പില്ല എന്നാണ്. ഏട്ടാ പോണേ ചാമ്പേ എടാ ഹോട്ടൽ ഇനി അങ്ങോട്ടില്ല. ഡിസ്കളങ്ങട്ടാ ഇനി അങ്ങോട്ട് ഹോട്ടലില്ല. അതിനെന്താ ഏത് അതേതാ വെലോസ് ആണോ വണ്ടി? വെലോസ് ഏത് വണ്ടിയാണ് നമ്മളെ നാട്ടിലൂടെ? വെലോസ് ഒക്കെ എടാ ടൊയോട്ടന്റെ വണ്ടി കുറെ കാലമായിട്ട് പല സൈസും ഉണ്ട്. നമ്മളെ നാട്ടിലില്ലാത്ത കുറെ ഉണ്ട്. ഇവിടെ നാട്ടെ നമുക്ക് സ്നോർക്കലിങ്ങിനൊക്കെ പോകണം. ഇതൊക്കെ ഈ ബോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്നോർക്കലിംഗ് മന്ദ പോയിന്റ് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് സ്നോർക്കലിംഗ് പരിപാടിയൊക്കെയാണ്. അതൊക്കെ സ്നോർക്കലിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ വെറുതെ വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടാണ്. ഇവരൊക്കെ സ്നോർക്കലിംഗ് ആട്ടേനെ. യെസ് ടോയ്ലറ്റാണ്ട്. അത് താല്പര്യമില്ല. പണ്ടൊന്നോ തായ്ലാൻഡിൽ പോയിട്ടൊരു അത് പോയി. പണ്ടൊന്നൊരു തായ്ലാൻഡിൽ പോയി മുള്ളുത്തിയേനെ. ആശാൻ ഇപ്പോഴും ആ സങ്കടത്തില്ല. അതുകൊണ്ട് ഇനി വെള്ളത്തിൽ ഇറങ്ങാണ്ട് ഒരു പരിപാടിക്കില്ല എന്നാണ്. നിഹാലും ശിബിലിയും എന്തോ കാര്യമായിട്ട് ഓർഡർ ആക്കുന്നുണ്ട്. എന്താണെന്ന് പോയി നോക്കാം. എന്താ മച്ചുള്ളേ? പൂളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പൂള് പൂളോ? ഓ 1,70,000 ലക്ഷങ്ങൾ വിട്ട ഒരു കളിയില്ല. സ്പീഡ് ഉണ്ട് കേട്ടോ. ഇവിടെ കേന്റെ പകരല്ലേ 0 വെച്ചിട്ട് വായിച്ചാൽ മതി. അപ്പൊ ഏകദേശം കറക്റ്റ് ധാരണ കിട്ടും പ്രൈസില്. അതെ 3 ആ കേരള കെ പറഞ്ഞാൽ 3 അല്ല, ഒരു 0 ആക്കിയിട്ട് നമ്മളെ നാട്ടിൽ പ്രൈസ് കിട്ടുന്ന ഏകദേശം 75 കേറിന 750. അല്ല തേങ്ങയാണ് 75 കേറണ. ഇതുണ്ടോ ഫോണ്ടാ? 75,000 ഡിവൈഡ് ബൈ ഒരു 150 അടി. കാരണം 180 റേറ്റ് എങ്കിലും 75,000 ഡിവൈഡഡ് ബൈ 150 അടി 500 രൂപ. ശരിക്കും 500 അല്ല കേട്ടോ, അതിലും കുറവാണ്. 85 എത്ര രൂപയോ? നമുക്ക് 85 600 രൂപ. 600 രൂപ അങ്ങനെ ഓക്കെ. റൗണ്ട് പറയേണ്ടി വരും. വണ്ടിക്കാ ഞാനൊരു പാസ്ത പറയാം. എനിക്കിപ്പോ വിശക്കണമൊന്നുമില്ല. എനിക്കുണ്ട്. നിങ്ങൾ പറഞ്ഞോ പാസ്ത പറഞ്ഞോ. ഇവിടെ ടാപ്പ് ടു പേ മറ്റേ സാധനല്ലേ? ടാപ്പിംഗ് ഉണ്ടല്ലേ? റിസോർട്ട് അല്ലല്ലോ ഇത്. റിസോർട്ടാണ് മുത്തേ. പൂളെന്താ ഭക്ഷണം? അതപ്പോ എനിക്ക് മനസ്സിലാവില്ല. അതപ്പോ ഞാൻ നോക്കണ ഇവിടെ പൂളുണ്ടല്ലോ. എടാ ഡിസ്കേ ആ ഫിൻസ് ബാറിലും ഉണ്ട് ഇത്. ഇവിടെ അധികം സ്ഥലത്തും പൂളുണ്ടാവും. എല്ലായിടത്തും അല്ലല്ല. ഇവിടെ ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് റെസ്റ്റോറന്റ് പൂളുള്ള എല്ലാം മൂളി തരേണ്ടി വരും. മൂളിന്റെ മൂളണം. അന്നെ സൂം ചെയ്യും. ഇംഗ്ലീഷ് അതല്ല. അതിന്റെ ഇംഗ്ലീഷ് എന്താ?
ഞാൻ പറഞ്ഞു എല്ലാം പൊളി തരില്ല എല്ലാത്തിനും കറക്റ്റ് ഉത്തരം മാത്രമാണ്. കൂളിംഗ് ഗ്ലാസും ഡ്രസ്സും സെറ്റാ തൊള്ളർന്നാ പോയി. ഞാൻ വിഷയം മാറ്റണ്ട. മിക്കി ഞാനൊന്ന് ഡീസന്റ് ആവട്ടെ പറഞ്ഞേ. എന്തിനാ ഉറങ്ങാൻ പോയി? ജേ നീ മാലദ്വീപ്സ് പോണെന്നൊന്നും പറയണ്ട. പെരയിലിരുന്നാണ്ട് റീല് കാണാ, അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ വന്നാ റൂം കിടന്നുറങ്ങാനാണ്. ബാലി എന്ന സ്വർഗം ഗ്രൂപ്പില് 4 റീലിടും. ബാലി എന്നൊരു സ്വർഗം. സ്റ്റോറി ഇടുമ്പോ മെൻഷൻ ചെയ്താൽ മതി, ഞാൻ റൂം ഉണ്ടാവും. വലിച്ചു കൊണ്ടുപോകണം പിന്നെ ഒരു സ്ഥലത്തേക്ക്. ഫുഡ് വരാ കോയിന്റെ സ്റ്റാറ്റസ് ഇട്ടു. എന്റെ ഫാൻസ് ആണ് എല്ലാരും. കേക്കും എന്റെ വ്ളോഗിലേ പ്രൈവസി ഇല്ല വരുന്ന ഗസ്റ്റിനെ. എന്റെ വ്ളോഗിലോ? ഗസ്റ്റ് എവിടെ ഇതില്? ഓർക്ക് പ്രൈവസി ഉണ്ടല്ലോ. ഒരു മാച്ച് ആടി എടുത്താ തരൂ. ചലഞ്ച് അതായത് ഇതിനടിക്ക് ചാടാണ്ട് ആ കല്ലെടുത്ത് വരണം. ആ കല്ലെടുത്ത് മണലില് ചവിട്ടാതെ കല്ലെടുക്കണം എന്നാണ് ജയിച്ചവർക്ക് നബി. എന്തിനീ നബീല് പറയണേ? പാക്കേജ് വക ഒരു സ്മോക്കിംഗ് കൂടി. ഇതന്നെ ലക്ഷങ്ങളെ ബില്ല്. കമ്പനി പാക്കേജ് വക കല്ലെടുത്ത് എല്ലാവർക്കും ഉണ്ടോ? ആ ചലഞ്ച് ഇട്ട ഞാനല്ല ജാ. എന്നാ മൈക്ക് ഇട്, മൈക്ക് വെച്ചോ. എന്നാ മൈക്ക് എങ്ങനെ? അതിന്റെ പകുതി കൊണ്ട് വരും. അതൊക്കെ എന്തായാലും പോവും. ഞാൻ ബനാന സ്മൂത്തി ഓർഡർ ചെയ്ത് അതിന്റെ പകുതി എടുത്ത് തരുന്നു. അപ്പൊ പോട്ടെ, നോക്കട്ടെ കരുത്ത് കളിക്ക്. സ്റ്റാർട്ടായോ? ചെയ്തോ. അപ്പൊ ഗായ്സ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആദ്യം ഷിബിലി കമോൺ. ഈ വീഡിയോയിൽ എത്ര വേണ്ട ഞാൻ കഴിഞ്ഞിട്ട് തീരുമാനിച്ചു. അതാ പാളൊന്നുമില്ല. ഷൂ നനയാതെ എടുത്തോട്ടോ. ഷൂ നനയാതെ മതിയോ? അല്ലല്ല അല്ലതാ, അങ്ങനൊന്നുമില്ല. ഇജില്ലേ നിലത്ത് ചവിട്ട് ചെയ്ത് അത്രേ ഉള്ളൂ. കൈ അങ്ങനല്ലടാ, ലാൻഡ് ചെയ്യരുത്. ഷൂ കൊണ്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാൻ പാളിയ നനഞ്ഞ് ചോറുന്നുണ്ടായിരുന്നു. സാധനൊക്കെ വരുന്നുണ്ടോ? ഞാൻ പോയോ? പോണ്ട്. താന്ന പൊന്തായില്ലോ. താവലൊക്കെ എന്നാ സൈക്കിൾ കയറിക്ക്, 2 സൈഡിൽ നിന്ന് പോട്ടതാ. പോവാ പോയേക്കാം. വെള്ളത്ത് വെക്കണേ കിട്ടൂലെങ്കിൽ ഇതൊക്കെ ഇഷ്ടമാണ് എനിക്ക്. ഞാൻ കഴിഞ്ഞിട്ടോ. എന്താ ഇല്ല നിയാല് വിജയിച്ചിരിക്കുന്നു. നിന്റെ മൈക്ക് പോയില്ലല്ലോ. മൈക്ക് പോലട്ടോ. മൈക്കുണ്ട്. അങ്ങനെ സ്വന്തം ബനാന സ്മൂത്തിയുടെ പൗതി സ്വയം. എനിക്ക് ഇങ്ങനത്തൊക്കെ ഇഷ്ടമാ. നിഹാൽ മാതൃക. ഇങ്ങനത്തൊക്കെ ഇഷ്ടമാണ്. രസല്ലേ? നല്ല രസമുണ്ടല്ലേ? ഇങ്ങനത്തെ പരിപാടി ഇട്ടു വാലിയില്. ഞാൻ ചെയ്ത് നോക്കാം. ഇപ്പൊ എല്ലാവർക്കും ഇൻട്രസ്റ്റ് കയറിട്ടോ.
കല്ല് ഏതിലൊക്കെ വർക്കിക്കോളി. കല്ല് എവിടെയാ? ആ കല്ല് ഇപ്പുറത്തേക്ക് എറിഞ്ഞോ നബീലെ? നിങ്ങൾക്ക് ഇത്ര വേനിക്കുണ്ടോ? അനക്കെന്താ കയ്യോ? ആ ഓക്കെ. ഞാൻ എന്തിനാ മീൻ എനിക്കെന്താ? അതല്ല എന്തേ മൈക്ക് പേടിച്ച് മൈക്ക് വീട് പോകുന്നുള്ള ടെൻഷൻ അതിന്റെ ഇടയില്. ഇവിടെ തട്ടിയാലേ അങ്ങനെ വീണോയാ എന്താ അറിയോ, ഇത് കടലൊന്ന് കൊണ്ടുപോവാണേ. ഞാൻ ഡൗട്ട് ആയിക്കട്ടെ, ഇവിടുന്ന് തുടങ്ങിയിട്ട് അപ്പുറത്ത് കയറാൻ പറ്റുമോ നബീല്? കയ്യോ കുറച്ച് കയ്യട്ടെ. ഞാൻ ചെയ്യട്ടെ ഇതാ മൈക്ക് പിടിച്ചോ ഒരാള്. മൈക്ക് ഡേഞ്ചറാ. കാരണം എന്താ അറിയോ, ഇതൊന്നും നമ്മളെ ഇവിടെ മേലൊന്നും ഇവിടെ തട്ടാതെ കയറണം. അടുത്തതായി പിഞ്ചു ബാലന്റെ അത്ഭുത പ്രകടനം. ഞാൻ ചെയ്യട്ടെ? പോണ പോക്ക് മിക്കിനെ തട്ടിയിടോ? അതിന് എന്റെ വാട്ടർമെലൻ സ്മൂത്തിന്റെ പൗതി ഇരിക്കണോക്കാ എസ്തെറ്റിക് ആയിട്ട് ഇരിക്കും. പോണ പോക്കോനെ തട്ടിയിടോ? അതിന് എന്റെ വാട്ടർമെലൻ സ്മൂത്തി ആൾമോസ്റ്റ് ദർ ബ്രോ. സീന് ഞാൻ അടുത്ത ഞാൻ അല്ല എന്നെ മൈക്ക് പിടിച്ചാ ഞാലേ ഷൂ ഊരി പോരിട്ട് ഷൂ അഴുക്കി. അതാണ് ഞാൻ അവിടെ പെട്ട്. ഇവിടുന്ന് ഫസ്റ്റ് പിരാന്തൻ സൈക്കോ പിരാന്തോ അഡ്വഞ്ചർ കിങ്. അടുത്തതായി സ്വന്തം പാക്കേജിൽ കാണികൾക്ക് വേണ്ടി അഭ്യാസ പ്രകടനങ്ങൾ. സൈക്കോ ഒരു കില്ലാടി തന്നെ. സൈക്കോ വിഭാഗം എന്തായാലും ഏതൊക്കെയുള്ള പുള്ളംബീറ എടാ കയ്യ് നോക്കിക്കട്ടോ. നോക്ക് ഇത് തട്ടിയ കാരണം. അയ്യോ ചോര. അയ്യോ ബ്ലഡ് തലർങ്ങി. ഇതൊന്നും സീനില്ല. ഫസ്റ്റ് എയ്ഡ് ഞാനേ ഫസ്റ്റ് അടിക്കാൻ വേണ്ടി ഒന്ന് വരുത്തി. ഫസ്റ്റ് പോയതേ കാര്യം ഫസ്റ്റ് അടി പോയല്ല ഏതോ വരുത്തി. ഡ്രിങ്ക്സ് എത്തിയിരിക്കുന്നു അല്ലേ? ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ മഞ്ഞ് പിടിക്കാം. അടുത്ത തിരിച്ചു പോകുമ്പോ ഓടുന്ന ബോട്ടിൽ നിന്ന് നീന്തി കയറാൻ ചാടി. അന്റെതെന്താ? ഇത് പാളിയില് എന്തായാലും ഇതല്ല എന്റേത് അല്ലേ? ഞാനേ കയ്യ ഇത് ബനാന പൈനാപ്പിള് ഫ്രൂട്ട് മിക്സ്. ഫ്രൂട്ട് മിക്സ് ഒന്നും കുറക്കണ്ട. ഒക്കെ രസമുണ്ടല്ലോ. സൂപ്പർ. പക്ഷെ പോട്ടെ, ഇത് രസമില്ല. ചെറുക്കണ് പോയി. എന്താ അവസ്ഥ? താങ്ക് യു. അല്ല ഞാൻ സ്മൂത്തി അല്ലേ പറഞ്ഞേ. ദിസ് ഈസ് മിക്സ്ഡ് സ്മൂത്തി. ദിസ് ഈസ് ബനാന സ്മൂത്തി. അത് കുടിച്ചാ. ദിസ് ഈസ് നേക്കഡ് കഫേ. നേക്കഡ് സ്മൂത്തി. ബിക്കിനി സ്മൂത്തി. താങ്ക് യു. എന്താ മാന്യനായി നിക്കണേ? നേക്കഡ് പറഞ്ഞ പാളിയാണ്. താങ്ക് യു. അതല്ല ഇത് നേക്കില്ല അഥവാ ബിക്കിനി കണ്ടപ്പോ ഓർഡർ ചെയ്തതാ ഒരു ബിക്കിനി സ്മൂത്തി. എന്താ മുണ്ടാത്ത വെച്ചപ്പോളേ ഇത് ലേക്കില്ല. അത് മധുരമില്ല. നോ ഷുഗർ. ഷുഗർ ഷുഗർലെസ് പറഞ്ഞേ.
ആണോ? ഞാൻ ഒന്ന് എടുത്തോ വീഡിയോ. അല്ല ഇനി ബനാന ഹണി ഒന്ന് നോക്കട്ടെ. ഇത് നല്ല മൂഞ്ചലാ മൂഞ്ച കേട്ടോ. അവന്റെ അതിനേക്കാളും ഭേദമുണ്ട് ഇത്. ഇഷ്ടപ്പെട്ടവർക്ക് പറ്റുമായിരിക്കും. അത് രസമുണ്ട് ബനാന, അത് രസമുണ്ട്. ഇവന്റെതാ പറ്റാത്ത അറിയണപ്പോ വത്തക്കള്ള ഇനി കുഴപ്പമില്ല. ഹണി മിക്സ് ചെയ്യാണല്ലോ. കയ്യല്ല വേദന. അല്ല ഷുഗർ കട്ടല്ലടാ. ഷുഗർ ഇപ്പൊ കട്ട് ഹണി മാറിക്കാൻ മതി. കയ്യല്ല വേദനല്ലേ? എന്തിനാ ട്രിപ്പ് അഡ്വഞ്ചർ എടുക്കുന്നത്? എനിക്കാണെങ്കിൽ മറ്റേ അസുഖമുള്ളോണ്ടേ കയ്യ വിരല് പൊന്തി. മറ്റേതല്ലേ പുതിയ വിരല് വന്നോ? പുതിയ വിരല് വന്നു. അതൊരു അസുഖമുള്ളൂ. കയറുമ്പോ തൂങ്ങിയ പുതിയ വിരല് വരും. വിരല് പോയാലൊക്കെ തൂങ്ങിയാ മതിയല്ലതാ. ഓ ഇത് സംഭവം ഇവിടെ ഇവിടെ ഇത് സ്നോർക്കലിംഗ് പോയിന്റ് ഇതാണേ. ആണോ? ഇവിടുന്ന് ഓരോ നമ്മളെ കൊണ്ടുപോകും. നാട്ടിൽ കോഴിക്കോട് ബീച്ചില് ബൈക്കോ മൈക്കിന്റെ ബോക്സ് ഞാൻ ഓക്കെ അല്ലേ? ഓക്കെ അല്ലാത്ത മിക്ക ഒരു പ്രാവശ്യം ഫ്ലിപ്പ് അടിച്ചിട്ടേ, അതായത് കോളേജ് ഹോസ്റ്റലിൽ നിന്ന സമയത്ത്. അപ്പൊ കഥ പറയല്ലേ, ഞാൻ കഥ കേൾക്കാം. ബൈക്കാണോ? നിഹാലിന്റെ 101 തള്ളു തന്നെ. തള്ളുകളിൽ ഒരു തള്ളു, ഒരു തള്ളു 101 അതായത് ഞാനൊരു പ്രാവശ്യം ശരിക്കുള്ള കേട്ടോ, കോളേജ് ഹോസ്റ്റലില് ഇങ്ങനെ ഞാൻ ഫ്ലിപ്പൊക്കെ ചെയ്തു. നമ്മളെ അക്കന്മാരെല്ലാവരും കൂടിയിട്ട് ബാക്ക് ഫ്ലിപ്പും ഇതൊക്കെ ചെയ്യുന്ന പരിപാടികൾ ബീച്ചിൽ. ആ അപ്പൊ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പരിപാടികൾ. അതിനൊരു ദിവസം അതൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജ് പഠിക്കണം അമ്മയാ, ചെക്കന്മാരൊക്കെ ഉണ്ട് ഫ്രണ്ടില്. അപ്പൊ ഷോ അടിക്കാന്ന് വിചാരിച്ചിട്ടേ ബാക്ക് ഫ്ലിപ്പൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ നിൽക്കേ. അപ്പൊ അതായത് ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറെ കാലത്തിന് ശേഷം ചെയ്യുമ്പോ കോട്ടയല്ലേ തൊടുപുഴ, കുറെ കാലത്തിന് ശേഷം ചെയ്യുന്ന സമയത്ത് നമ്മള് ഫ്ലിപ്പ് ചെയ്യുമ്പോ ബാക്കിന് സപ്പോർട്ട് വേണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മറിച്ചിടാൻ. അപ്പൊ ഞാൻ ഒരിടത്ത് പറഞ്ഞ് ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോഴത്തേന് ഫ്ലിപ്പ് ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് ചാടാന്ന് റെഡി 1 2 3 എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടി. സ്റ്റാർട്ട് പറയാൻ വെയിറ്റ് ചെയ്തെന്ന് സ്റ്റാർട്ട് പറയുന്ന വിചാരിച്ച് ഞാൻ ചാടിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ലെവലെത്തി. അവിടെ നേരെ അടിക്കും, താലടിച്ച് ഒറ്റ വീട്. അന്നൊക്കെ ശരിക്കും സിനിമയിലെ കാണില്ലേ പീ എന്ന് പറഞ്ഞ സൗണ്ട് ഇല്ലേ, എനിക്ക് ശരിക്കും ഇടക്ക് നബിലിനൊരു കോൾ വന്നു. അപ്പൊ തള്ളൊന്ന് സ്റ്റോപ്പ് ചെയ്യണ്ടോന്നു. അപ്പൊ അതായത് നേരെ അടിക്കണു. അടിക്ക് വീണിട്ട് എന്താണ് എനിക്ക് മറ്റേ സിനിമയിലൊക്കെ കേൾക്കൂലേ നമ്മള് ബീപ്പ് എന്നുള്ള സാധനം, അതിങ്ങനെ കറക്റ്റ് കേൾക്കാം. ആര് പറയുമ്പോ എന്നിട്ട് അതായത് എന്റെ കഥ മുഴുമിട്ടാ ഈ സിനിമയിലെ കാണുന്ന പോലെ ഇല്ലടാ. ചില ഫ്രെയിം ഇങ്ങനെ വെക്കൂലേ, എനിക്ക് കറക്റ്റ് അടിയിൽ ഇങ്ങനെ വ്യൂ ബീപ്പ് അടിച്ചിട്ട് ഞാൻ എടാ എന്റെ ബാക്ക് കൊണ്ട് അടിച്ച് ഞാൻ അതായത് പുല്ലിലല്ല മണലിലല്ല ഒന്നിലല്ല, അവിടെ ഇന്റർലോക്ക് ചെയ്തിക്കാണ്. ഇന്റർലോക്ക് നേരെ ഒറ്റയടി. അതായത് ഞാൻ അങ്ങനെ ചുറ്റോറ് ചെക്കന്മാര് അവിടെ ഫുഡ് കഴിക്കണുണ്ട്, അതായത് ക്യാൻറ്റീനൊക്കെ ഉണ്ട് ഹോസ്റ്റലിനുള്ളിൽ തന്നെ. ഇവിടെ ചെക്കന്മാരൊക്കെ ഉണ്ട്. ഞാൻ ചെയ്യണമെന്ന് അടൂലാണ്. ഈ പഠിച്ചിട്ട് ഞാൻ കണ്ടിങ്ങനെ തുറക്കും. ബ്ലാക്കിൽ നിന്ന് നമ്മള് സ്ക്രീനിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തുറക്കൂലേ, അങ്ങനെ തുറന്നിട്ട് നോക്കുമ്പോണ്ട് എല്ലാരും ഓടി വരും എന്റെ അടുത്തേക്ക്. അതിൽ സെക്യൂരിറ്റിയുടെ അതിന്റെ ഡാഷ് ഓടി വരിക. സെക്യൂരിറ്റിക്കാരെ തെറിയെ കുറിച്ച് എന്താ കാട്ടറ എന്താ എന്റെ പരിപാടി എന്നൊക്കെ ഞാൻ കെടുക്ക. ഞാൻ ഇങ്ങനെ കമ്പനിക്കാരെ പിന്നെ പൊക്കാൻ ശ്രമിക്കണ്ട്. എടാ എനിക്കൊന്നും ഞാൻ ഇങ്ങനെ ബീപ്പ് അടിച്ചെടുക്കുക. എന്നിട്ട് എന്നോട് പറയേ എനിക്ക് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ. അതായത് ജസ്റ്റ് എന്തോ ഭാഗ്യത്തിന് കഴിച്ചില്ലാതാ, അതായത് ഇവിടെ കൊണ്ടിട്ട് അടിച്ച്. അങ്ങനത്തെ ടാസ്കാണ്. അതാണ് ഏറ്റവും, അതായത് ഒന്നെങ്കിൽ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ചാടുക. പക്ഷെ അതിന് മുമ്പേ ഇപ്പൊ നമ്മള് കാണിച്ചു തന്നു വീട്ടില് അനുകരിക്കരുത്. അല്ല ഇത് വീണാല് കടലിൽ വീട്ടിൽ അനുകരിക്കരുതല്ലോ. വീട്ടിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവന് മാത്രം ഇങ്ങനെ ഫുഡ് അപ്പൊ ആ തള്ളു കഴിഞ്ഞോട്ടോ. ഞാൻ അടുത്ത തള്ളു അതുള്ളതാട്ടോ. ഞാൻ പറഞ്ഞല്ല മിക്ക പാളിയോ എന്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. ഇതിൻ്റെത് അല്ല മറ്റേ സൈഡിലുള്ള ഇതും തരും. ഏത് എന്താ കോലൊക്കെ കബാബ് പോലെ ഞാൻ അങ്ങനെ എടുത്തോളാം. നിങ്ങളാരും എടുക്കണ്ട. തേനാട്ടോ തേനാട്ടോ വിത്തൗട്ടിന്റെ ആളാണ് മിക്കി. 2 ഷോട്ട് അടിക്കുന്നു കാണുമ്പോ എത്ര മതി. ഞാൻ ഇളക്കി നോക്ക്. നിർത്ത്
പെർഫെക്റ്റിന്റെ ആളല്ലേ ജി? എനിക്ക് ഷുഗർ ലെസ്. ഞങ്ങളെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട്